ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോയിക്കൊള്ളണേ. നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമന്റുകളാണ്. കൂടുതൽ നെഗറ്റീവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ നെഗറ്റീവ് കമന്റ് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഇനി മാറ്റം വരുത്തണം. അല്ലാതെ നമ്മൾ സൂപ്പർ ചേച്ചി നന്നായിട്ടുണ്ട്, കൊള്ളാമല്ലോ എന്ന് പറയുന്നതിലും നല്ലത് അതിലെ പോരായ്മകളും കൂടെ കാണിക്കൂ കേട്ടോ. പോരായ്മകൾ കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഞാൻ പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ, നമുക്ക് ശരിയാക്കാലോ. അല്ലെങ്കിൽ ഞാനിതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് പോവില്ലേ, അത് ശരിയാക്കണം എന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൂ. അതിലുള്ള തെറ്റുകൾ മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. നല്ല മഴ വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടുകളിൽ മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല മഴ, നല്ല കാറ്റ് ആണ്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. ആ മഴ തോർന്ന സമയം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്കൊന്ന് പോകാം. ആദില നൂറയുടെ പാരൻസ് വരുമെന്നും പറഞ്ഞല്ലേ എല്ലാവരും ഇരിക്കുന്നത്. അവരാരും വന്നിട്ടില്ല. ഷാനവാസിൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയും മകളുമൊക്കെ വന്നു. അനീഷിൻ്റെ അമ്മയും അനിയനും വന്നു. കണ്ടല്ലോ എല്ലാവരും. വളരെ നന്നായിട്ടുണ്ട് അല്ലേ? പിന്നെ ആദിലയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തതാണെന്ന് ലക്ഷ്മി പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ആദില ക്രൂരമായാണ് ഇപ്പോഴുള്ള സംഭാഷണവും നോട്ടവും. ആദിലയുടെ ചിലപ്പോഴുള്ള നോട്ടം അത് നൂറയിൽ മാത്രമല്ല, നൂറയായാലും ലാലേട്ടനായാലും അവിടുത്തെ കണ്ടസ്റ്റന്റുകൾ ആര് തന്നെ ആയാലും വല്ലാത്തൊരു നോട്ടമുണ്ട് അവൾക്ക്. ദഹിപ്പിക്കുന്ന നോട്ടം. നിങ്ങളെയൊക്കെ ഞാൻ ഇപ്പം ശരിയാക്കി തരാം, അതാണ് ആദിലയുടെ മനസ്സിൽ. പക്ഷേ ആദില അങ്ങനെ നോക്കിയത് കൊണ്ടൊന്നും ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല. ആദില നന്നായിട്ട് ഗെയിം കളിക്കൂ. ആദില നന്നായിട്ട് ഗെയിം കളിച്ചാലാണ് നന്നായിട്ട് പോകാൻ പറ്റുന്നത്, മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ അനീഷിൻ്റെ അമ്മ വന്നു. അമ്മയെ കണ്ടതും അനീഷ് ആകെ സ്ട്രെക്കായി. അമ്മ വന്നു, അനിയനും അമ്മയാണ് വന്നത് എന്ന് കണ്ടതും അനീഷ് വിഷമമാണോ വന്നത്, സന്തോഷമാണോ വന്നത്? അനീഷ് വിചാരിച്ചിരിക്കുന്നത് എന്താണ്? അനീഷിന്റെ വീട്ടിൽ നിന്നും ആരും അനീഷിനെ കാണാൻ വരില്ല. എല്ലാവർക്കും വീട്ടിൽ നിന്നുള്ള സന്ദർശകരുടെ ആഴ്ചയായിരുന്നല്ലോ ഇത്. അപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അനീഷ് ആരും വരില്ല, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ആരും വരാനില്ല, എൻ്റെ അമ്മയും അനിയനുമാണുള്ളത്, അവർ വരുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു മനസ്സിലിരിക്കുമ്പോഴാണ് ഇവർ വന്ന് കയറിയത്. അതോടെ അനീഷ് എന്തായി? താഴേൽ വീണു, കരഞ്ഞു. അവിടെ നിന്നും അനീഷിൻ്റെ അനിയനും അമ്മയും കൂടി പിടിച്ച് നിവർത്തി എഴുന്നേൽപ്പിച്ചു. അങ്ങനെയാണ് അവർ സംസാരിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ മകള് അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നല്ല സ്നേഹത്തോടെ കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഹാർട്ട് ടച്ചിങ് ആണ് കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്നു. ആ കുട്ടി അത്രയല്ലേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞല്ലേ. ആ കുഞ്ഞ് എന്ത് നല്ല രീതിയിലാണ് അനീഷിൻ്റെ അടുത്ത് പെരുമാറിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ. എന്താ, സ്നേഹം മാത്രമല്ല, അതിലെല്ലാം ഉണ്ടായിരുന്നു. അത്രയും ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ കാണിക്കുന്നത് പോലെ നമ്മൾ അകൽച്ചയുള്ള ആള് അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരാളെ കാണുമ്പോൾ അങ്ങനെ ഒന്നും പലരും കാണിക്കാറില്ല. വലിയവരും കാണിക്കില്ല, കുഞ്ഞുങ്ങളും കാണിക്കില്ല. പക്ഷേ ഷാനവാസിൻ്റെ മകള് നല്ല സ്നേഹത്തോടെ ആണ് അനീഷിൻ്റെ അടുത്ത് പെരുമാറുന്നത്. അത് അനീഷിന് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അനീഷ് നല്ലപോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അനീഷ് പോകുന്നത് അല്ലേ? നമ്മളങ്ങനെയല്ലേ കണ്ടത്? അഭിലാഷും ജിഷിനുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ എവിക്റ്റ് ആയത്. എല്ലാവരും എവിക്റ്റ് ആകും എന്ന് അറിയും, എന്നാലും അതിനകത്തു നിന്ന് എവിക്റ്റ് ആകരുത് എന്നുള്ള മനസ്സോടുകൂടി ഇരിക്കുന്നവരാണ് ബിഗ് ബോസിലുള്ള എല്ലാവരും. അപ്പോൾ എന്ത് സംഭവിക്കും? എവിക്റ്റഡ് എന്നുള്ളത് കാണുമ്പോഴേക്കും അവർ തകർന്നു പോകുകയാണ്. തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടായിരുന്നു ജിഷിൻ ലാലേട്ടനെ മാറോട് ചേർത്തിട്ട് ലാലേട്ടൻ്റെ മേലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ്
നമ്മുടെ അഭിലാഷും ജിഷിൻ പോയത് കണ്ടപ്പോൾ അഭിലാഷ് കരുതി കാണും ജിഷിൻ മാത്രമേ ഇന്ന് എവിക്റ്റ് ആവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അതേ ദിവസം തന്നെ ആണ് അഭിലാഷും എവിക്റ്റഡ് ആയത്. പക്ഷേ രണ്ടുപേര് 2 ദിവസത്തെ എപ്പിസോഡിലാണ് അവരെ നമ്മൾ കാണുന്നതെന്ന് മാത്രം. ഒരു ദിവസം തന്നെയാണ് രണ്ടുപേരും എവിക്റ്റ് ആയിരിക്കുന്നത്. എവിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് അങ്ങ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട്, പിന്നെ അവിടെ നമ്മൾ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ചില കാര്യങ്ങളിൽ ബിഗ് ബോസ് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ലാലേട്ടൻ്റെ തീരുമാനങ്ങൾ, ഇതൊക്കെ അനുസരിച്ചല്ലേ അവിടെ നിന്നും എവിക്റ്റ് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ പുറത്തേക്കാകുമ്പം പുറത്തേക്ക് വരിക, അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം. ഞാൻ എവിക്റ്റായി, എനിക്ക് ഇത്ര ദിവസമെങ്കിലും നിൽക്കാൻ സാധിച്ചല്ലോ. ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് പേർക്ക് കയറി വരണമെന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ കയറി വരുന്നില്ലല്ലോ, എല്ലാവരെയും അവർ സെലക്ട് ചെയ്തെടുക്കുന്നില്ലല്ലോ. അവർ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലേ അതിനകത്ത് കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കയറിയവര് 10 ദിവസം നിന്നവരുണ്ട്. ഒരാഴ്ചയായപ്പം ഫസ്റ്റ് വീക്ക് തന്നെ എവിക്റ്റ് ആയതാണ് മുൻഷി രഞ്ജിത്ത്. പക്ഷെ രഞ്ജിത്ത് അത് ചിരിച്ചുകൊണ്ട്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാറ്റവുമില്ല, അത് ചിരിച്ചുകൊണ്ട് അത് അംഗീകരിക്കുകയും ലാലേട്ടൻ്റെ അടുത്ത് വരികയും ലാലേട്ടനായിട്ട് സംസാരിച്ച് പുറത്തു പോവുകയും ചെയ്തു. പിന്നെ എല്ലാ ആഴ്ചയും ഓരോരുത്തരായിട്ട് പോകുമ്പം അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബാക്കിയുള്ളവര് ചിലപ്പോൾ ഞാനും അടുത്ത ആഴ്ച പോകാം എന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിക്റ്റായാലും വിഷമിക്കാനൊന്നുമില്ല. ഇത്രയും ദിവസം നിന്നില്ലേ രേണുസുതി 35 ദിവസം നിന്ന്. രേണു വന്ന ആഴ്ച തന്നെ എവിക്റ്റായിട്ട് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും തരാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു രേണുസുതി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പുറകെ ഓരോരുത്തരായിട്ട് പോന്നെ. അതിനേക്കാൾ മുന്നേ പോയി സരികയും ശാരികയും, 2 സരികമാരും ഒരേ ദിവസം തന്നെയാണ് അവിടെയും പോയിരിക്കുന്നത്. രേണുസുതിയേക്കാളിലുമൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും പിന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ ഉള്ള ആളാണ് സരിക, കണ്ണൂർക്കാരി സരിക. പിന്നെ ശാരിക ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ്. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിട്ടും രേണുസുതിയേക്കാൾ മുന്നേ അവരെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷമായിട്ട് എടുക്കണ്ട. ഞാൻ വന്നാൽ ഞാനും പോകും, നീ വന്നാൽ നീയും പോകും എന്ന രീതിക്ക് തന്നെ 100 ദിവസം കഴിയുമ്പം ടോപ്പ് 5 ആരെങ്കിലും ഉണ്ടാകും. ആ 5 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ട്രോഫി കൊടുക്കുന്നത്. ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഒരാൾക്കല്ലേ ട്രോഫി കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ട്രോഫിയെ പോലെ തന്നെ വിലമതിക്കുന്നതാണ് പണം എന്നത്. അത്രയും ദിവസം നിൽക്കുമ്പോൾ, 100 ദിവസം നിൽക്കുമ്പോൾ ആ നിന്നവർക്കെല്ലാം പണം കിട്ടും. 10 ദിവസം നിന്നാലും 1 ദിവസം നിന്നാലും പണം കിട്ടും. നമ്മളത് അംഗീകരിക്കുക. അവിടെ കയറി പോവാൻ പറ്റിയല്ലോ. ബിഗ് ബോസ് എന്ന ആ വലിയ പ്ലാറ്റ്ഫോമിൽ, ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലേക്ക് കയറാൻ പറ്റിയല്ലോ. ലാലേട്ടൻ, നമ്മുടെ ലെജൻഡ്, ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൂടി വാങ്ങിയിരിക്കുന്ന ആ ലാലേട്ടനായിട്ടൊന്ന് സംസാരിക്കാൻ കിട്ടുക, ലാലേട്ടനെ കാണുക എന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് വേണം? ആ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ ഈ ലാലേട്ടനുണ്ടല്ലോ. അപ്പോൾ ഈ ലാലേട്ടനോട് സംസാരിക്കാൻ പറ്റുക, ലാലേട്ടനോടൊപ്പം നിൽക്കുക, ലാലേട്ടനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുക, ഇതൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കാർക്കും പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കൂടെ ഒന്ന് നിൽക്കണം, ലാലേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണം, ലാലേട്ടനോട് എന്തെങ്കിലും ഒന്നും പോട്ടെ, ലാലേട്ട സുഖാണോ എന്ന് ചോദിക്കാൻ, ഒന്ന് ലാലേട്ടാന്ന് അടുത്തുനിന്ന് വിളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് മനോഹരമായതായിരുന്നു ആ ഒരു സീനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ചിലപ്പോഴൊക്കെ അറിയിക്കാറുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന സമയത്തെ ലാലേട്ട, അപ്പോൾ ആര്യനൊക്കെ ലാലേട്ട എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ആ പയ്യൻ്റെയൊക്കെ ഒരു ഭാഗ്യം. മോഹൻലാലിനെ നേരിൽ കാണുന്നു, ലാലേട്ടാന്ന് വിളിക്കുന്നു. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ അല്ലല്ലോ നേരിട്ട് വിളിക്കാൻ പറ്റുക, നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ. അങ്ങനെ പോകുന്നു ബിഗ് ബോസ് വിശേഷങ്ങൾ. ഇത് ബിഗ് ബോസിനകത്തുള്ളതല്ല, ഞാൻ ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ആഴ്ച ആരൊക്കെ എവിക്റ്റ് ആകും എന്നറിയില്ല.
പലർക്കും അനുവിനെ പുറത്താക്കണം എന്നുണ്ട്, ആദില നൂറയെ പുറത്താക്കണമെന്നുണ്ട്. എന്തായാലും അവരൊന്നും പോയിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ ഒരു 2 മാസത്തോളമായില്ലേ. 60 ദിവസം നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ്, മഹാഭാഗ്യമെന്ന് പറയാം അതിന്. ലാലേട്ടൻ്റെ റിയാലിറ്റി ഷോയിൽ അവതാരകനായ പെർഫോം ചെയ്യാൻ പറ്റുക, എന്താ പറയുക, ഇതിലും കൂടുതലൊന്നും വേറെ വേണ്ട അല്ലേ. നല്ല കാര്യമാണ് അതൊക്കെ.